സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കായ് ഗെയിമിംഗ്. ഇത് നമ്മുടെ വേറൊരു വീഡിയോ ആണ്. നേരത്തെ പോലെ തന്നെ ഇതും അങ്ങനെ കട്ടൊന്നും ചെയ്യത്തില്ലായിരിക്കും, നേരെ എടുത്തെങ്കിലുമായിരിക്കും. അപ്പം ഒരു കാര്യമുണ്ട് ഗൈസ്, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അടിച്ചതിന് ബാക്കിൽ നിന്നും ജൊഹാൻ ക്രൈഫിനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ വീഡിയോ എടുത്തില്ല, ഞാൻ ചുമ്മാ ഇറക്കുമായിരുന്നു. സത്യം 4500 കോയിൻ ഉണ്ടായിരുന്നു ഗൈസ്. 1900 അങ്ങ് അടിച്ചു ഗൈസ്. പിന്നെ ഞാൻ മെസ്സിനെ കിട്ടാൻ വേണ്ടിയാണ് കിട്ടിയില്ല ഗൈസ്. പക്ഷേ ജൊഹാനെ കിട്ടി ഗൈസ് 1900. ബാക്കി ഞാൻ കറക്റ്റ് നോക്കി കിട്ടിയില്ല. ഇത് പിന്നെ ഞാനൊരു വേറെ രീതിയിലാണ് കറക്കുക, മീൻസ് ട്രിക്കല്ല. ആദ്യമേ ഞാൻ എൻ്റെ അമ്മേനെ കൊണ്ട് കറക്കിപ്പിച്ചു ഗൈസ്, കിട്ടി. അമ്മേനെ കൊണ്ട് കറപ്പിച്ചപ്പോൾ ജൊഹാനെ കിട്ടി. പിന്നെ ചേച്ചി 2 വട്ടം കറക്കി, ഞാൻ 2 വട്ടം കറക്കി, കിട്ടിയില്ല. ഞങ്ങൾക്ക് 2 പേർക്ക്. പക്ഷെ അമ്മ ഇറക്കിയപ്പോൾ കിട്ടി. എന്തായാലും സന്തോഷമുണ്ട് ഗൈസ്, അത് വേറെ കാര്യം. സന്തോഷമുണ്ട്. പിന്നെ 3200 ഗൈസ്. ഞാൻ കുറച്ച് ഇത് മാറ്റി ഹൈ റാങ്ക് പ്ലേയേഴ്സിനൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചിപ്പം കൂടിയിട്ടുണ്ട്. എന്തുവാ OVR. എന്തായാലും ഇഷ്ടപ്പെട്ടു ഗൈസ്. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഒപ്പോണൻറ്റ്. ഗൈസ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഇത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് പറഞ്ഞത് ഗൈസ്. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. സോ ഗൈസ്, നമ്മൾ പ്ലേയേഴ്സിനെ നോക്കുകയാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒപ്പോണൻറ്റ്. അത്യാവശ്യം എന്നല്ല, നല്ല സ്കോറാണത്. പുള്ളിയുടെ ബെഞ്ച് തന്നെ കണ്ടിട്ട് ഞാൻ ഇതായിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദ മാച്ച്. ഗോൾ അടിക്കായിരുന്നു, പക്ഷെ എൻ്റെ ഒരു മിസ്റ്റേക്ക് ആറാൻ പറ്റിയില്ല. അതെന്തിയാണ് ആദ്യത്തെ ഗോൾ തന്നെ ജൊഹാൻ ക്രൈഫ് അടിച്ചിരിക്കുകയാണ്. ഗൈസ്, എനിക്ക് ആ കാർഡ് ആയവേ കുറച്ച് പാടായിരുന്നു. മീൻസ് എനിക്ക് അത്രയ്ക്ക് ഇതറിയത്തില്ല. പക്ഷേ ഇപ്പം കുഴപ്പമില്ല. 2-3 മാച്ച് കളിച്ചപ്പോൾ എനിക്ക് സെറ്റ് ആവുന്നുണ്ട് ഗൈസ്. ഗൈസ് എൻ്റെ മിസ്റ്റേക്കാണ്. ബട്ട് പിന്നെയും ജൊഹാൻ ക്രൈഫ് ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്.
കുഞ്ഞിൻ്റെ അവിടെ ചുമ്മാ നിൽക്കുന്ന അവൻ പെട്ടെന്ന് വേറെ സൈഡിലോട്ട് അടുത്തോട്ട് വരാൻ തന്നെ കണ്ടു. എനിമിക്ക് റോൾ കിട്ടി. ഗൈസ്, ജോഹാൻ ക്രൈഫിൻ്റെ ഒരു ഹാട്രിക്. അനദർ ഗോൾ ആയില്ല. ലാഗായിരുന്നു. ഒന്നാലും ഗോൾ അടിച്ചിട്ടുണ്ട്. ഫെർണാണ്ടോ ടോറസ് മിനി മാച്ച് ജയിച്ചിരിക്കുകയാണ്. ജോഹാൻ ക്രൈഫാണ് മാൻ ഓഫ് ദ മാച്ച്. .5 റേറ്റിംഗ്. കാർഡ് കൊള്ളാം ഗൈസ്. സോ ഗൈസ്, ഞാൻ ചിലപ്പോൾ ഇത് മറ്റേ വീഡിയോ കൂടെ ഇടും, ചിലപ്പോൾ അല്ലാതിടും, പറയാൻ പറ്റില്ല. സോ ഇത് നമ്മുടെ അടുത്ത ഒപ്പോണൻ്റാണ്. അതിൻ്റെ പ്ലെയർ റേറ്റിങ്സ് ഒക്കെ ഇങ്ങനെയാണ്. ഇതൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. ഒപ്പോണൻറ്റ് ഇതാണ് ഗൈസ്. റൈസ് ഉണ്ട്, ഈ അമ്മാലുണ്ട്, വിനിയുണ്ട്, പിന്നെ അവൻ ഇതെടുക്കണം ഗൈസ്. ഈ ഹ്യൂസും കണ്ടോ, ഈ പാക്കറ്റ് എനിക്ക് ആരും എടുക്കണമെന്നൊരു സംശയമുണ്ട് ഗൈസ്, സത്യം പറയാം. ഇതാണ് ഗൈസ് എൻ്റെ മിസ്റ്റേക്കാണ്, അതാണ് കാര്യം. ഗൈസ് തീർന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അത് ചെയ്യേണ്ടി വന്നു. യെല്ലോ കാർഡ്. വേണ്ട ഗൈസ്, പിന്നെ അവന്മാർ റൈറ്റാണ് ഫോർ സം റീസൺ. എന്തുവാണിത് ഗൈസ്, അവന്മാരുടെ കൈ മാത്രമേ വേണ്ട. അത് കഴിഞ്ഞപ്പോൾ ലാഗ് വേണ്ട ലാഗ് അടിക്കുന്നു ഗൈസ്. വേണ്ട എല്ലാം ഒക്കെ പറയും. വേണ്ട
ഗൈസ് കംബാക്ക് അടിക്കാൻ പറ്റുമോ? എനിക്കൊന്നൊരു ഡ്രോയെങ്കിലും അടുപ്പിക്കാൻ പറ്റുമായിരിക്കും ഇനി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് ഗോൾ ഗൈസ്, ലാഗ് അടിച്ച് എന്നാലും ഗോൾ ഗൈസ്. ഫസ്റ്റ് ഗോൾ ചിലപ്പോൾ കംബാക്ക് അടിക്കാൻ പറ്റും ഗൈസ്. രണ്ടുപേരും ബാറ്റിസ്റ്റൂട്ടാണ് ഗോൾ അടിച്ചിരുന്നത്. പക്ഷേ ലാഗുണ്ട് ഗൈസ് ഈ ഗെയിമിനകത്ത്, അതാണ് എനിക്ക് വിഷയം. ലാഗുണ്ട്. കഴിഞ്ഞ ഗെയിമിനകത്തും ഉണ്ടായിരുന്നു, പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടി ഉള്ള പോലെ തോന്നുന്നു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ. സാധാരണ ഒരു സംഭവം ഞാൻ ചെയ്യുന്നതാണ്, പക്ഷേ അത് ചെറിയ റെക്കോർഡിങ് ചെയ്യുന്നത്, അതാണ് കാര്യം. ഗൈസ് കുറച്ചും കൂടി മുമ്പിൽ പോയിട്ടായിരുന്നു ഞാൻ ടാക്കിൾ ചെയ്താൽ നമുക്ക് പെനൽറ്റി കിട്ടും. ഗൈസ് ഫ്രീ കിക്ക് അടിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്, കാരണം ഞാൻ അങ്ങനെ അടിക്കാറില്ല ഫ്രീ കിക്ക്. എന്നാലും നോക്കാം. ഗൈസ് എനിക്ക് തോന്നുന്നില്ല. കണ്ടോ ഗൈസ്, കുറച്ചും കൂടി താത്താൻ മതിയായിരുന്നു ഗൈസ്, പറ്റിയില്ല. എനിക്കപ്പം പെട്ടെന്ന് ആ സമയം നിന്നു ഗൈസ്. എല്ലാവരും നീ ഗോൾ അടിച്ചിട്ട് ഫ്രീ കിക്ക് അടിക്കും. ഫ്രീ കിക്ക് അടിച്ച് ഗോൾ അടിക്കുകയായിരുന്നു ഗൈസ്. കംബാക്കും കഴിഞ്ഞാണ്, മാച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. 1-1 ഡ്രോ. ജയിക്കാൻ പറ്റിയില്ല, എന്നാലും ഡ്രോ ഉണ്ട് ഗൈസ്. രണ്ട് പോയിന്റ് ഗൈസ്. അപ്പം ഇന്നത്തേക്ക് ഇത്രമാത്രം. ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.